ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 13, പേജ് നമ്പർ 585. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. പദാനുപദം. തഥാ അപ്പോൾ, പാണ്ഡവഃ അർജുനൻ, ദേവദേവസ്യ ദേവദേവൻ്റെ ഭഗവാന്റെ, ശരീരേ വിശ്വരൂപത്തിൽ, അനേകധാ അനേകവിധത്തിൽ, പ്രവിഭക്തം വേർതിരിച്ച്, ജഗത്കൃത്സ്നം പ്രപഞ്ചം മുഴുവനും, ഏകസ്ഥം ഏകത്ര സ്ഥിതി ചെയ്യുന്നതായി, തത്ര അപശ്യത്ത് അവിടെ ദർശിച്ചു. വിവർത്തനം. വിശ്വാത്മകമായ ആ ഭഗവദ് രൂപത്തിൽ അപരിമേയമായ പ്രപഞ്ചത്തിൻ്റെ നാനാവിഭാഗങ്ങളും ഒരേ സമയം അർജുനന് കാണാൻ സാധിച്ചു. ഭാവാർത്ഥം. തത്ര എന്ന വാക്ക് സാരവത്താണ് ഇവിടെ. അർജുനനും കൃഷ്ണനും തേരിലിരിക്കെയാണ് അർജുനന് വിശ്വരൂപ ദർശനമുണ്ടായത് എന്ന് ഈ വാക്ക് ചൂണ്ടിക്കാട്ടുന്നു. അർജുനന് മാത്രമാണ് കൃഷ്ണൻ ദിവ്യദൃഷ്ടി നൽകിയത്. യുദ്ധരംഗത്തിൽ മറ്റുള്ളവരാരും കൃഷ്ണന്റെ വിശ്വരൂപം കാണുന്നില്ല. ഭഗവാന്റെ ശരീരം അനേകായിരം ഗ്രഹവ്യൂഹങ്ങൾ ഉൾക്കൊള്ളുന്നതായി അർജുനൻ കാണുന്നു. പ്രപഞ്ചങ്ങളും ഗ്രഹവ്യൂഹങ്ങളും അസംഖ്യമുണ്ടെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്കറിയാം. ചിലത് മണ്ണുകൊണ്ടും ചിലത് പൊന്നുകൊണ്ടും ചിലത് രത്നങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ വളരെ വലിപ്പമുള്ളവയും താരതമ്യേന ചെറിയവയുമുണ്ട്. തേരിലിരുന്നുകൊണ്ട് അർജുനൻ അതെല്ലാം കണ്ടു. കൃഷ്ണാർജുനന്മാർക്കിടയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ മറ്റാരും അറിഞ്ഞതുമില്ല. ഹരേ കൃഷ്ണ.